ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഉമ്മച്ചിൻ്റെ സ്പെഷ്യലായിട്ടുള്ളൊരു ഉപ്പുമാവാണ് കേട്ടോ. അപ്പോൾ ഉപ്പുമാവ് ഉണ്ടാക്കാനായിട്ട് ചീനച്ചട്ടി അടുപ്പിൽ വെച്ചാണ്. ഇനി അതിലേക്ക് നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നെയ്യിലാണ് ഈ ഒരു ഉപ്പുമാവ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നെയ്യ് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് ഇതാ നന്നായിട്ട് പൊട്ടി വരുന്നുണ്ട് കേട്ടോ. നമ്മളിതുപോലെ ഇങ്ങനെ ഓരോന്നുണ്ടാക്കുമ്പോൾ കടുക് നല്ല രീതിയിൽ പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം സവാള ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ സവാള കൂടുതലായിട്ട് മുരിഞ്ഞു പോകരുത്, നല്ല രീതിയിലൊന്ന് വാടി കിട്ടിയാൽ മതി കേട്ടോ. ആ ഒരു സമയത്ത് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇനി ക്യാരറ്റ് ഇട്ട് കൊടുക്കണ്ടേ. ഒരു ചെറിയൊരു കഷ്ണം ക്യാരറ്റാണ്, നല്ലൊരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് ക്യാരറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇതുപോലെ ഒന്ന് കൊത്തി അരിഞ്ഞ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് ഗ്യാസിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പറഞ്ഞല്ലോ, ഇത് കളറ് മാറരുത്. കളറ് മാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉപ്പുമാവും നല്ല രീതിയിൽ കളറ് മാറും. ഈ ഒരു സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മച്ചി കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഗ്ലാസ്സിനാണ് നമ്മൾ റവ അളന്നെടുത്ത്. അപ്പോൾ അതിന് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് തിളച്ച് വരണം കേട്ടോ. അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് ഈ ഒരു സമയത്ത് നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ച് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. റവ തൊളി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതേ രീതിയിൽ വേണം ചെയ്യാൻ. കുറേശ്ശായിട്ട് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുക വെള്ളം. അപ്പോൾ നല്ല രീതിയിൽ കട്ടൊന്നുമില്ലാതെ നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കാം. ഇത് നന്നായിട്ട് ഇതേപോലെ ഒന്ന് വടിച്ച് ജസ്റ്റ് ഒന്ന് മൂടി വെക്കുന്നുണ്ട് കേട്ടോ. ഇതേപോലെ വടിച്ച് വെക്കുക, എന്നിട്ടൊന്ന് മൂടി വെക്കുക. ഉപ്പുമാവ് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ചൂടോടുകൂടി സെർവ് ചെയ്യുമ്പോഴാണ് ഉപ്പുമാവ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അതേപോലെ ഇടയ്ക്ക് ആക്കി കൊടുത്താൽ